ഹായ് ഓണം കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഓണം തൊട്ടേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓണത്തിൻ്റെ തലേന്ന് തൊട്ടേ എനിക്ക് നല്ല രീതിക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ പിറ്റേന്ന് ഞാൻ നല്ല കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഓണം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം എവിടെയാണെന്നോ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പനി കഴിഞ്ഞ് ഏതാണ്ട് കുറച്ചായപ്പം എൻ്റെ ചേച്ചിക്ക് കുറച്ച് പനിയൊക്കെ ആയിട്ട് നല്ല സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചായ വയ്ക്കുകയാണ്. അപ്പോൾ നല്ല കട്ടൻ ചായയും റസ്ക്കും കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കുറച്ച് കട്ടൻ ചായയും റസ്ക്കും കൊണ്ട് കൊടുക്കുകയാണ്. ഇത് നാടൻ റസ്ക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ റസ്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ചേച്ചിക്ക് ഈ കട്ടൻ ചായ റസ്ക്കൊക്കെ കൊണ്ട് കൊടുത്തു. അവളാണെങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വർക്കിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നൈസായിട്ട് കൊണ്ടു കൊടുത്തതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഈ പൂക്കളാണ്. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓണത്തിൻ്റെ സമയത്ത് തലയിൽ വെക്കാനായിട്ട് ആ പൂവാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി. കൃഷി എന്നൊക്കെ ചെറിയ രീതിയിൽ പറയാം. ഇത് ഓണത്തിൻ്റെ സമയത്ത് നല്ല രീതിക്ക് പൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നന്നായിട്ട് പൂ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. ഇത് അമ്മയച്ഛനും കൂടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലിയുടെ ഇടയിൽ തക്കാളികളും ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 തക്കാളികൾ ഉണ്ടായിരുന്നു. 2 ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചെണ്ടുമല്ലികളൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഞാൻ അതിൻ്റെ ഇടയിൽ കയറാനായിട്ട് നോക്കി. പ്രത്യേകിച്ച് വലിയ മണമൊന്നുമില്ല, എന്നാലും അതിൻ്റേതായ ഒരു ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ എടുത്ത് വന്നു. ഇനി നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. താഴത്തുനിന്ന് എനിക്കൊരു പൂവും വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക്